കുറിച്ച് പലതരത്തിലുള്ള മിത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതൊക്കെയാണ് സത്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോളാർ പാനലുകൾ മേഘാവൃതമായ അവസ്ഥയിൽ പ്രവർത്തിക്കില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സോളാർ പാനലുകൾ മേഘാവൃതമായ അവസ്ഥയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതിന്റെ എഫിഷ്യൻസി കുറവായിരിക്കും എന്നുള്ളതാണ്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ പരിമിതമായിട്ടുള്ള സൂര്യപ്രകാശം ഉണ്ടായിട്ട് കൂടി സോളാർ വൈദ്യുതി അവിടെ വിജയകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പവർ കട്ട് വന്നാലും സോളാർ പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ കേട്ട് കാണും. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി നിങ്ങൾക്ക് പവർ കട്ട് സമയത്തും വൈദ്യുതി ലഭിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി വഴി നിങ്ങളുടെ വീടുകളിലേക്ക് വൈദ്യുതി ലഭിക്കുന്നതാണ്. പകൽ സമയത്ത് നിങ്ങൾക്ക് സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യാം. സോളാർ സ്ഥാപിക്കുന്നത് ചിലവേറിയ കാര്യമാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ പദ്ധതി വഴി 3 കിലോവാട്ട് വരെയുള്ള സിസ്റ്റങ്ങൾക്ക് 78,000 രൂപ സബ്സിഡി വരെ കിട്ടുന്നുണ്ട്. ചൂട് കൂടുമ്പോൾ സോളാർ പാനല് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന് പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ ചൂട് കൂടുതലാകുന്ന സമയത്ത് സോളാർ പാനലിന്റെ എഫിഷ്യൻസി കുറയാനായിട്ട് കാരണമാകാറുണ്ട്. വെളിച്ചം കൂടുതലുള്ള എന്നാൽ ചൂട് കുറവുള്ള ഒരു കാലാവസ്ഥയാണ് സോളാർ പാനലിന് കൂടുതൽ അനുയോജ്യം. ഇത്തരം മിത്തുകൾ വിചാരിച്ച് സോളാറിലേക്ക് മാറാൻ മടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫാക്ടുകൾ മനസ്സിലാക്കി ഉടൻ തന്നെ സോളാറിലേക്ക് മാറൂ.